നമ്മളുടെ പ്രാക്ടീസിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതിന് ശേഷം പേഷ്യൻസിന് സ്വെല്ലിംഗ് കാണാറുണ്ട്, ആ ഭാഗത്ത് നീര് കാണാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചില ആൾക്കാർക്ക് ചുവപ്പ് വളരെ കൂടുതലായിരിക്കും. ചുവപ്പ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, പക്ഷേ നമ്മളിൽ ചില ആൾക്കാർക്ക് കൂടുതൽ റെഡ്നെസ് കാണും. അപ്പോൾ ഇത് രണ്ടും അസോസിയേറ്റഡ് ആയിട്ട് കുറച്ച് വേദനയും കാണപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ പേഷ്യൻസിനോട് തണുപ്പ് അപ്ലൈ ചെയ്യാൻ അഡ്വൈസ് പറയാറുണ്ട് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ. തണുപ്പ് അപ്ലൈ ചെയ്യാൻ നമ്മളുടെ പ്രാക്ടീസിൽ നമ്മൾ യൂഷ്വലി അഡ്വൈസ് ചെയ്യുന്നത് ഇതുപോലത്തെ എന്തെങ്കിലും പാക്കറ്റ്, ഇത് പയറിൻ്റെ പാക്കറ്റ്, ഇത് ഗ്രീൻ പീസാണ്, ഇത് ചെറുപയറാണ്. അപ്പോൾ ഇങ്ങനത്തെ പാക്കറ്റ് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, സീൽഡായിട്ട് വരുന്നത്. ഇതിനെ നമ്മൾ കുറച്ച് പാക്കറ്റ്സ് എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് വയ്ക്കുക. എന്നിട്ട് ഓരോ മണിക്കൂറുടെ ഒരു അവർലി ഇൻ്റർവെല്ലിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പാക്കറ്റിനെ, തണുത്തിരിക്കുന്ന പാക്കറ്റിനെ നമുക്ക് ആ ഭാഗത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് മുഖത്ത് മാത്രമല്ല, കയ്യിലാകാം, നെഞ്ചിലാവാം, എവിടെയാണ് നീരുണ്ടാവുന്നത് ആ ഭാഗത്ത് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അവിടെ ഡ്രസ്സിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സിങ്സ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല, ഡ്രസ്സിങ്സിൻ്റെ മുകളിൽ തന്നെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് അപ്ലൈ ചെയ്യുന്ന ശേഷം ഇതിൽ കുറച്ച് സോയിലിംഗ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്കിതിനെ കഴുകിയിട്ട്, സോപ്പ് വെള്ളത്തിൽ കഴുകിയിട്ട് വീണ്ടും നമുക്ക് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ. ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്വെല്ലിംഗ് കുറയ്ക്കാൻ സഹായിക്കും. ചുവപ്പ് ഒരുപാടുണ്ടെങ്കിൽ അത് കുറച്ച് കുറയും. പിന്നെ കുറച്ച് വേദനയിൽ കുറച്ച് ആശ്വാസം കിട്ടും. അപ്പോൾ ഇത് കാരണമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പയറിൻ്റെ പാക്കറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പയറിൻ്റെ പാക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് ഡിഫോർമേഷൻ വരും. അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഷേപ്പിനനുസരിച്ച് അതിൽ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് കോൾഡ് അപ്ലൈ ചെയ്യാൻ കുറേ കൂടെ എളുപ്പമായിരിക്കും.